ഞാൻ ജയ മത്തായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു മഹത് വ്യക്തിത്വത്തെയാണ്. അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വളരെയധികം ആൾക്കാരുണ്ട്, വളരെയധികം ഗുണങ്ങളും സവിശേഷതകളുമുള്ളത്. അപ്പം മിസ്റ്റർ സോമൻ മത്തായി എന്ന് പറയുമ്പോൾ വളരെ എപ്പോൾ നോക്കിയാലും നല്ല പ്രസന്നതയുള്ള മുഖവും അതുപോലെ തന്നെ ഹാർഡ് വർക്കിങ്ങും വളരെ സിൻസിയറും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഹ്യൂമർ സെൻസും കൂടെ വരിക എന്നുള്ളത് വളരെ വിരളമാണ്. പക്ഷേ ഇങ്ങനെ ഇതുപോലെല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മിസ്റ്റർ സോമൻ മത്തായി. അപ്പം എന്നെ കൂടുതൽ ആകർഷിച്ചെന്ന് വെച്ചാൽ ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ചേച്ചി കുവൈറ്റിലുണ്ടായിരുന്നു, കുവൈറ്റ് വാറിൽ. അപ്പോൾ അന്ന് അവൾ ഭയങ്കര കരയുകയും കുവൈറ്റ് വാറിനെ പറ്റി അറ്റവും മുറിയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എങ്ങനെയാണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പം എനിക്ക് തോന്നി അത് ഇന്നത്തെ തലമുറയോട് അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഓർക്കും എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, എല്ലാവർക്കും കാറുണ്ട്, വീടുണ്ട് ഒക്കെ. പക്ഷേ ഇതിൻ്റെ പിറകിൽ എത്രത്തോളം ഓരോരുത്തരും കഷ്ടപ്പെട്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മിസ്റ്റർ സോമൻ മത്തായിൽ നിന്ന് തന്നെ കേൾക്കാം എങ്ങനെയായിരുന്നു. അപ്പം എവിടെ തുടങ്ങണമെന്ന് സ്വയം തീരുമാനിക്കാം. എനിക്കിഷ്ടമാണ് ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, അതോ കുവൈറ്റ് വാറിൽ തുടങ്ങണമോ. അപ്പം നമുക്ക് മിസ്റ്റർ സോമൻ മത്തായിൽ നിന്ന് കേൾക്കാം ഒരു ചെറിയതായിട്ടുള്ള മിസ്റ്റർ സോമൻ മത്തായിയുടെ ജീവിത യാത്ര എങ്ങനെയായിരുന്നെന്ന്. ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നതായത് 1990 ഓഗസ്റ്റ് 1 അവരെ കുവൈറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഭൂപടത്തു നിന്ന് ഇല്ലാതാക്കിയത്. അന്ന് വാസ്തവത്തിൽ ഞങ്ങൾ ആ സമയത്ത് 1990 ജൂലൈ ഓഗസ്റ്റിൽ ആനുവൽ വെക്കേഷന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ ഓഗസ്റ്റ് 1 തിരുവനന്തപുരത്തു നിന്ന് കുവൈറ്റിലേക്ക് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ കുവൈറ്റിൽ ചെല്ലുന്നു. ഏതാണ്ട് രാത്രിയിൽ 12:30 ആയപ്പോഴാണ് ഞങ്ങൾ കുവൈറ്റിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇറാഖി സേന കുവൈറ്റിൻ്റെ പല പ്രദേശങ്ങളും പിടിച്ചു കഴിഞ്ഞു. ആ ഇൻഫർമേഷന് അവിടുത്തെ എയർപോർട്ട് അതോറിറ്റിക്ക് കിട്ടുകയും പെട്ടെന്ന് ഞങ്ങളെല്ലാം എല്ലാ സുറ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരേണ്ടത് എൻ്റെ അനിയനായിരുന്നു. അവനന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അവനവിടുത്തെ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി, അതായത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ, അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു. അവനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവനെ വിളിച്ചപ്പം അവൻ പറഞ്ഞു, ഇതുപോലെ എന്നെ കൊച്ചായ എന്നാണ് അവൻ വിളിക്കുന്നത്. അവൻ പറഞ്ഞു, കൊച്ചായ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കൊച്ചായൻ എത്രയും പെട്ടെന്ന് ഒരു ടാക്സി പിടിച്ച് അങ്ങ് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ടാക്സി പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഈ യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ഏതാണ്ട് 9:30 or 10 ആയി കാണും. ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരുമായിട്ട് ഇളയ മോക്കെന്ന് 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളുമായിട്ട് ഞങ്ങളെല്ലാവരും രാവിലെ ഉണർന്നുമ്പോൾ ഏതാണ്ട് 10 മണിയായി കാണും, 9:30-10 മണിയായി കാണും. 9:30-10 മണിയായപ്പോൾ ഞാൻ വെളിയിലിറങ്ങി നോക്കുമ്പോൾ വീടിന് ചുറ്റും തോക്കും കൊണ്ട് പട്ടാളധാരികളാണ്. ഞങ്ങളാകപ്പാടെ വളരെയധികം ഭയപ്പെട്ടു പോയി. വെളിയിലോട്ട് പോയി. വീട്ടിൽ ഞങ്ങൾ 2 മാസം അവധിക്കാലം കഴിഞ്ഞ് തന്നുകൊണ്ട് വീട്ടിൽ ഒരു സാധനവും ഇല്ല, കഴിക്കാനൊരു സാധനവും ഇല്ല, എല്ലാം വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നെയ്ബർ അടുത്ത് മറ്റൊരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവർ വന്ന് പറഞ്ഞു, സോമാ വാ, കാരണം എനിക്കന്ന് വണ്ടിയുമില്ല, സോമാ വാ നമുക്ക് കോപ്പറേറ്റീവിലൊന്ന് പോയി നോക്കാം, വല്ലതും കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സൂപ്പർ മാർക്കറ്റിലെ കോപ്പറേറ്റീവിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഷെൽഫെല്ലാം കാലിയാണ്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഏതായാലും ഉള്ളത് നമ്മൾ കഴിക്കുന്ന അത്യാവശ്യ സാധനങ്ങൾ കുറേ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് പെട്ടെന്ന് വീട്ടിൽ വന്നു. ഇങ്ങനെ അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ എല്ലാവരും ടെറിഫൈഡാണ്, വളരെ പേടിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ വെടിയുടെ ഒച്ചയാണ് കേൾക്കുന്നത്.
പട്ടാളക്കാർ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ റോന്തി വിറ്റുന്നു. എന്തുവാ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ദിവസം കഴിച്ചുകൂട്ടി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള എല്ലാ മലയാളി ഫാമിലിയൂടെ ചേർന്ന് ഞങ്ങൾ രാത്രിയിൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്ന്, കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മുടെ അപേക്ഷ ഇങ്ങനെ പറയും, കർത്താവേ ആർക്കും ആപത്തൊന്നും ഉണ്ടാകില്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരുന്ന് വാറൊക്കെ ഏതാണ്ട് സ്റ്റെബിലൈസായി. കംപ്ലീറ്റ് കുവൈറ്റും അതായത് അവരുടെ അധീനതയിലായി. ആരെങ്കിലും എതിർത്താൽ അവരെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അങ്ങനെ പോളിസി ആ കൂട്ടത്തിൽ അതായത് ബാങ്കിൽ നിന്ന് ATM നിന്നൊക്കെ കാശ് വിഡ്രോ ചെയ്യാൻ വന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വെടിവെച്ച് നമ്മുടെ ഇന്ത്യക്കാർ തന്നെ പലരും മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം പേടി ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിൽ അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഈ ബാങ്കും മിനിസ്ട്രിയിലും ഒക്കെ കൂടുതൽ ആൾക്കാരും ഈ പലസ്തീനിയൻ സപ്പോർട്ടേഴ്സായിരുന്നു. അപ്പോൾ അവരെല്ലാം ഓപ്പണായിട്ട് അല്ലെങ്കിൽ തന്നെയും അവരെല്ലാം സദാം ഹുസൈൻ, അന്ന് സദാം ഹുസൈനാണ് ഇറാഖ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഡിക്റ്റേറ്ററായിരുന്നു. അദ്ദേഹത്തെ എൻ്റെ ഫോളോവേഴ്സാണ് അവരെല്ലാം. അപ്പോൾ അവർ ഞങ്ങളുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ ഫോഴ്സ് ചെയ്തു, നിങ്ങൾ ഇനിയും തൊട്ട് ബാങ്കിൽ വരണം. ഞാൻ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ബാങ്കിൽ വരണം. വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. വൈഫിനോടും പറഞ്ഞു, നിങ്ങൾ നേഴ്സിംഗ് സ്റ്റാഫിനൊന്നും അവധിയില്ല, എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്തോണം. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും ഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്ത് ജോലിക്ക് വിളിച്ചു. ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കാരണം ഇല്ല, ലീവായ കാരണം പൈസയൊന്നും കയ്യിലില്ല. ബാങ്കിലെ അക്കൗണ്ടെല്ലാം കുവൈറ്റി ദിനാർ അല്ലാത്ത അക്കൗണ്ടെല്ലാം അവർ മരവിപ്പിച്ചു. അതായത് US ഡോളർ, ജപ്പാനീസ് യെൻ അങ്ങനെയുള്ള പൈസ എല്ലാം അവർ മരവിപ്പിച്ചു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുവൈറ്റി ദിനാർ ഒട്ടില്ല താനും. കുവൈറ്റി ദിനാർ അക്കൗണ്ടിൽ പൈസ ഇല്ല. എന്നാൽ ഡോളറിലും സ്റ്റെർലിംഗ് പൗണ്ടിലും ജപ്പാനീസ് യെന്നിലൊക്കെ പൈസ കിടപ്പുണ്ടായിരുന്നു. അതെടുക്കാൻ അവർ സമ്മതിച്ചുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു. ഫൈനാൻഷ്യലായിട്ട് എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീപാട്രിയേഷൻ എന്നുള്ള ഒരു പ്രപ്പോസൽ വരികയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇറാഖി ഗവൺമെൻറ്റുമായിട്ടൊക്കെ ആലോചിച്ച് അതായത് കാരവനായിട്ട് വണ്ടികളായിട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് ഓരോരുത്തർക്ക് പോകാൻ. അപ്പോൾ ആദ്യം അതിനിടയ്ക്ക് അപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കും പറഞ്ഞാൽ കുവൈറ്റ് കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു. അവർക്ക് യാതൊരു ഇറാഖും കുവൈറ്റും തമ്മിൽ യുദ്ധം. പക്ഷെ കുവൈറ്റിന് മനസ്സിലായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം തന്നെ അവർ സറണ്ടർ ചെയ്തു. അവർ ആൾക്കാരെല്ലാം ഓടിപ്പോയി. അവരുടേതായിട്ടുള്ള വീടുകളിലേക്കെല്ലാം ഒളിച്ചു. ആരും ആ യൂണിഫോം ഒക്കെ ഊരിയിട്ട് വെറും അണ്ടർവെയറും ബെന്നിനും ഇട്ടുകൊണ്ടാണ് ചിലരൊക്കെ തിരിച്ച് അവരുടെ ക്യാമ്പിൽ നിന്നൊക്കെ വീടുകളിലേക്ക് വന്നത്. കുവൈറ്റി മിലിറ്ററി ആൾക്കാർ. അവിടുത്തെ റൂളിംഗ് ഫാമിലി മൊത്തം അതായത് രാത്രി തന്നെ അവിടെ നിന്ന് സ്പെഷ്യൽ ഹെലികോപ്റ്റേഴ്സിലും പ്ലെയിനിലും ആയിട്ട് അവർ സൗദിയിലേക്ക് പലായനം ചെയ്തു. വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമേ കുവൈറ്റിൽ നിന്നുള്ളൂ. ആ നിന്ന വ്യക്തികളെയൊക്കെ അവർ കൊല്ലുകയും ചെയ്തു. പിന്നെ സർവൈവ് ചെയ്തത് ഫോറിനേഴ്സ്, ഇന്ത്യൻസിനോട് പൊതുവെ അവർക്കൊരു മയത്തിലുള്ള ഇടപെടലായിരുന്നു ഇന്ത്യൻസിനോട്. കാരണം ഇന്ത്യയും ഇറാഖുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ഒരു മയത്തിലുള്ള ഇടപെടലായിരുന്നു. ഈ പോലീസുകാരൊക്കെ തന്നെ വഴിയിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ഈ നമ്മുടെ അമർ അക്ബർ ആന്റണി എന്നുള്ള പാട്ടുമൊക്കെ പാടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയെങ്കിൽ ഉടനെ വെടിവെക്കും. അതാണ് അവരുടെ ഒരു പോളിസി. അപ്പം അപ്പോൾ ഇങ്ങനെ റീപാട്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ദിവസത്തെങ്ങാണ്ട് അവരൊരു 20 തിരിച്ച് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത്. താല്പര്യമുള്ളവർക്ക് അവിടെ അല്ലാത്തവർക്ക് അവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് കാണണം. അപ്പോൾ അന്നേരം ഈ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഓരോ വ്യക്തിക്കും എനിക്ക് തോന്നുന്നു 1000 ആണോ 1200 ഇറാഖി ദിനാർ കൊടുക്കണം നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണമെങ്കിൽ ഈ വണ്ടിയെ കയറാനായിട്ട്. കാരവൻ അതായത് അവർ ഇറാഖി ഡ്രൈവേഴ്സ് ഉള്ള ബസ്സുകളാണ്, വലിയ നീളമുള്ള സ്കൂൾ ബസ്സുകൾ പോലത്തുള്ള നമ്മുടെ ബസ്സുകളാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവൻ ഈ 16-ാം തീയതിയോ 15-ാം തീയതിയോ കണ്ടാണ് തുടങ്ങിയത്. 17-ാം തീയതി തുടങ്ങി. അപ്പം നമുക്ക് ഈ നേരത്തെ പോയവരുടെയൊക്കെ ഇൻഫർമേഷൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം പോയ വണ്ടിയെ ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ മലയാളികൾ തന്നെ 3-4 പേര് മരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിപ്പോയി. കാരണം നമ്മൾ പോകുന്നത് കാരണം ഇത്രയും കിലോമീറ്റർ താണ്ടി വേണം നമ്മൾ ജോർദാനിൽ ചെന്നിട്ട് അവിടുത്തെ എയർപോർട്ടിൽ അമ്മാൻ്റെ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്ക് ബാഗ്ദാദ് എയർപോർട്ട് അവർ തുറന്നു തന്നില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു? ഇല്ല, ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ ഇത് വണ്ടിക്ക് തയ്യാറായി കഴിഞ്ഞപ്പോൾ നമ്മളന്നേരം പിന്നെ ഞങ്ങളുടെ ഫാമിലി ഏതാണ്ട്
നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതാണ്ട് 21 പേരുണ്ട്. സഹോദരങ്ങളൊക്കെ സഹോദരൻ ഞങ്ങൾ 3 ബ്രദേഴ്സ് വിത്ത് ഫാമിലി. എനിക്ക് 3 കുട്ടികൾ, ഇളയ ആൾക്ക് ബാബുവിന് 2 കുട്ടികൾ, ജോസിന് 1 മോള്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലൂക്ക്. അപ്പോൾ അങ്ങനെ ഇത്രയും പേരും നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ 21. അത് കഴിഞ്ഞ് ജോസിൻ്റെ അളിയന് ഫാമിലിയായിട്ട് അവർ 4 പേര്, അയാളുടെ അനിയന്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി ഞങ്ങൾ തന്നെ എക്സ്ക്ലൂസീവായിട്ട് അങ്ങ് ബുക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു 3-4 സീറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, 3-4 പേരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യായിരുന്നു. അപ്പം അതെന്നാലും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലുള്ളൊരു ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല, ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ നിങ്ങളും വരാൻ പറഞ്ഞു. അങ്ങനെ നിന്നത് എൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ലിസ്റ്റും ഉണ്ടാക്കി, എല്ലാവരുടെയും പേരും ഉണ്ടാക്കി, ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുത്ത് ഇത് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ 18th കുവൈറ്റിൽ നിന്ന്, അതായത് ഇത് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആദ്യത്തെ ഈ വണ്ടിയിൽ ഞങ്ങൾ യാത്രയായി. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നായിരുന്നു പൈസ? കാരണം കുവൈറ്റ് ദിനാർ വേണം, കുവൈറ്റ് ദിനാർ കൊടുത്തെങ്കിലേ ഇത് കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇതിനിടയ്ക്ക് ഈ 1 മാസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ പറഞ്ഞില്ലേ ജോലി ചെയ്തെന്ന്. ജോലി ചെയ്തപ്പോൾ അവര് ശമ്പളം തന്നു. ശമ്പളം തന്നെന്ന് പറഞ്ഞാൽ പുതിയ നോട്ട് ഈ കുവൈറ്റിന്റെ റിസർവ് ബാങ്കിലുള്ള പൈസ ലൂട്ടി ചെയ്തിട്ട് അവര് ഈ ജോലി ചെയ്തവർക്കെല്ലാം ശമ്പളം കൊടുത്തു. അപ്പൊ ആ കൂട്ടത്തില് മോളക്കുട്ടിക്ക് ശമ്പളം കിട്ടി, എനിക്ക് 1 മാസത്തെ ശമ്പളം കിട്ടി. അപ്പൊ ആ ശമ്പളം കിട്ടി. പിന്നെ ഞങ്ങൾ കുറെ ഏതായാലും നാട് വിട്ടുപോകുമല്ലേ, കുറെ നല്ല ക്രോക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, നല്ല വിലപിടിപ്പുള്ള ക്രോക്കറി ഐറ്റംസ് ആയിരുന്നു. അപ്പൊ ഈ ഇറാഖിൽ നിന്നുള്ള ഈ സാധാരണ ജനങ്ങള്, പെണ്ണുങ്ങളും അവരും ഒക്കെ വന്നിട്ട് നമ്മുടെ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ നല്ല ക്രോക്കറി ഐറ്റംസ്, വാക്യൂം ക്ലീനർ, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ അതങ്ങ് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് പൈസ ആയി. അപ്പൊ 1 മാസം കുട്ടികൾ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ? ഇല്ല, എല്ലാ സ്കൂളെല്ലാം അടച്ചു, എല്ലാ സ്കൂളും അടച്ചു. കാരണം സാധാരണ ഏതെങ്കിലും സെപ്റ്റംബറിലെ സ്കൂൾ തുറക്കത്തുള്ളൂ, നമ്മൾ ഓഗസ്റ്റിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൈസ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പൈസ ഇവർ പറഞ്ഞതനുസരിച്ചുള്ള പൈസ എല്ലാം കളക്ട് ചെയ്ത് ഇവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് ട്രാവൽ ചെയ്തു. പിന്നെ എല്ലാവരോടും നമ്മൾ പറഞ്ഞിരുന്നു എല്ലാവരും വഴിക്ക് കഴിക്കാനായിട്ട്, കാരണം 2 ദിവസം എടുക്കും നമ്മൾ ഈ ജോർദാൻ്റെ ബോർഡറിൽ വരാനായിട്ട്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു പൈസ ഈ കഴിക്കാനായിട്ട് ചെറിയ ഐറ്റംസ് എല്ലാം കയ്യിൽ കരുതുന്നു. അപ്പം ടിൻ ഫിഷ്, ഈ സോസേജസ് അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം അതെല്ലാം എടുത്തിട്ട് ഹണി, കുബൂസൊക്കെ അന്ന് ആവശ്യത്തിന് കിട്ടുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്യൂ നിൽക്കണമെന്നേ ഉള്ളായിരുന്നു. ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് 5 പാക്കറ്റ് വെച്ച് തരും. അപ്പം അങ്ങനെ ഈ കുബൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല ബ്രെഡാണ്, അത് നല്ല ബ്രെഡാണ്. അതും ഹണിയും ജാമും ഒക്കെ എല്ലാവരും കരുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അതെല്ലാം കരുതി. എന്നിട്ട് കാരണം നമ്മളെ ഓടിപ്പിക്കുന്ന ഈ ഡ്രൈവറും ഉണ്ട്, അയാളുടെ ഒരു അസിസ്റ്റന്റും ഉണ്ട്, 2 പേരാണ്. അപ്പോൾ അവർക്കൂടെ നമ്മൾ ഫുഡ് കരുതണം. അപ്പം വെള്ളവും ഫുഡും കരുതി നമ്മൾ യാത്രയായി. അപ്പൊ യാത്രയിൽ മൊത്തം ഈ ചെക്കിംഗ് ഉണ്ട്. ഈ പോലീസുകാർ അവരുടെ മിലിറ്ററി യൂണിഫോമിലുള്ള ആൾക്കാർ ചെക്കിംഗ് ഉണ്ട്. നമ്മളെ ആരെയും തടയരുതെന്നാണ് ഗവൺമെന്റ് നിർദ്ദേശം. പക്ഷെ എന്നാലും അതിനകത്ത് ചില എന്താ പറഞ്ഞാൽ പന്ന സ്വഭാവമുള്ള പോലീസുകാരുണ്ടല്ലോ, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അവര് നമ്മളെ തടഞ്ഞു നിർത്തി നമ്മുടെ ലൂട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പേടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചെറിയ ആഭരണങ്ങളാണെന്ന് പോലും, ചെറിയ സ്വർണവും മിന്നുമാലയും മോതിരവും ഒക്കെ ഉള്ളതെല്ലാം നമ്മൾ പാത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു. ബാഗ്ദാദിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ബാഗ്ദാദിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവർ ഞങ്ങളെ കൊണ്ടുപോയി. എല്ലാം നമ്മൾ കാശ് കൊടുക്കണം. പോയിട്ട് ഇറാഖി ദിനാർ നമ്മൾ കൊടുത്തെങ്കിലേ നമുക്കൊരു കട്ടൻ ചായ പോലും കിട്ടത്തുള്ളൂ. അവിടുന്ന് മിനിമം കട്ടൻ ചായ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും വാങ്ങിച്ച് കുടിച്ചു ഞങ്ങൾ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഓൺ ദ വേ ടു ജോർദാൻ ഒരു ചെക്ക് പോയിന്റിൽ ഈ പോലീസുകാർ നിർത്തിയിട്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അനിയൻ ഒരാൾ അവൻ്റെ വെഡിങ് റിങ് അവൻ മാറ്റിയില്ലായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഇവൻ അത് വേണം, ആ പോലീസുകാരൻ്റെ അത് കൂടിയേ തീരത്തുള്ളൂ. അവനങ്ങോട്ട് ബഹളം വെക്കാൻ തോന്നി, ഇതെൻ്റെ വെഡിങ് റിങ് ആണ്, ഞാൻ തരത്തില്ല മലയാളത്തിൽ അങ്ങോട്ട് കൊണ്ട് അവനും മനസ്സില്ല. അപ്പോൾ ഈ ബഹളം കേട്ടോണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ അവരുടെ ഓഫീസർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ, അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വെഡിങ് റിങ് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവനെ അറബിയിൽ കുറേ ചീത്തയൊക്കെ പറഞ്ഞേച്ച് നിങ്ങൾ കയറിപ്പോക്കോളെന്നും പറഞ്ഞ് അങ്ങനെ കയറി വിട്ടു. അങ്ങനെ ഞങ്ങൾ അങ്ങ് ജോർദാൻ ഇവരുടെ ബോർഡറിൽ വന്ന് പാസ്പോർട്ടൊക്കെ സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്തപ്പോഴും അന്നേരവും പിന്നെ
ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇച്ചിരി നീളമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അയാളെ കണ്ടിട്ട് പിന്നെ അയാൾ ഇന്ന് ഈ പോലീസുകാരനോട് അമിതാഭ് ബച്ചൻ്റെ ബ്രദറാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവർക്ക് പാസ്പോർട്ട് ക്ലിയർ ആക്കി കൊടുക്കുന്നത്. അയാൾ ഓക്കെ അമിതാഭ് ബച്ചൻ. അപ്പോഴും അവരും പറയുന്നത് അമർ അക്ബർ ആന്റണി താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് എല്ലാം കൂടെ സ്റ്റാമ്പ് ചെയ്തിട്ട് അവർ തന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയി ജോർദാന്റെ തീരത്ത് ഈ നോമാൻസ് ലാൻഡ് ഉണ്ട്, അവിടെയാണ് അന്ന് നമ്മൾ ജോർദാനിൽ നോമാൻസ് ലാൻഡിൽ ഞങ്ങൾ ഈ രാത്രിയായി അപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ കുറച്ച് ഷീറ്റും ബെഡ്ഷീറ്റും ഒക്കെ കഴിയുന്നു. അപ്പോൾ ഇവർ ടെൻറ്റ് കിട്ടി തന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അടിയിലെങ്ങും ഒന്നുമില്ല. നമ്മളവിടെ ടെൻറ്റിനകത്ത് എങ്ങനെയൊക്കെ കഴിയണം. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഷീറ്റും ഒക്കെ വിരിച്ച്, പക്ഷെ നല്ല കൊണ്ടുപോയി നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പിള്ളേരെ എല്ലാം കൂടുതൽ പ്രൊട്ടക്റ്റ്. അപ്പോൾ അന്നേരം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പിള്ളേരെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മക്കൾക്കൊക്കെ 3 മക്കളുണ്ടായിരുന്നു, എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? പിന്നെ ഇപ്പം മൂത്ത മോക്കാണെങ്കിൽ അവൾക്ക് 9 വയസ്സ്, അതിൽ താഴോട്ടാണ് എല്ലാവരുടെയും മക്കൾ അതിൽ താഴോട്ടുള്ളത്. എൻ്റെ മൂത്ത മോള് ഷെർമോളാണ് ഏറ്റവും സീനിയർ ഞങ്ങളുടെ ഫാമിലിയിൽ. പിന്നെ മറ്റേ ഫാമിലിയിലും 2 പിള്ളേരുണ്ടായിരുന്നു, ജസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ഏജ്. അപ്പോൾ അങ്ങനെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളെല്ലാവരും കൂടെ, കാരണം ഈ സൺഡേ സ്കൂളിൽ പഠിച്ച ഹിംസും റൈംസും എല്ലാം കൂടെ അവർ കൈ അടിച്ച് പാടാൻ തുടങ്ങി. ഞങ്ങളുടെ പാട്ട് കേട്ടോണ്ട് ഒരു പഞ്ചാബി ഫാമിലി. അപ്പോൾ അന്നേരം നോക്കിയപ്പോഴാണ് പറയുന്നത് ആ പഞ്ചാബി ടീച്ചർ ഈ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള കൊച്ചു ക്ലാസ്സിൽ. അപ്പോൾ അവർക്ക് വാസ്തവത്തിൽ നമ്മളുടെ ഈ ക്രിസ്ത്യൻ സോങ്സും പാട്ടും ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരൂടെ ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് മാതിരി അവിടെ പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത്. പേടിയുണ്ടായിരുന്നു, എപ്പോഴും പേടിയുണ്ട്. അങ്ങനെയായിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. നടക്കുന്ന വഴിയിലെല്ലാം നമുക്ക് വെടിവെക്കുന്നതും പട്ടാളക്കാരും. പിറ്റേ ദിവസം ആണ് പിറ്റേ ദിവസം അത് വന്നിട്ട് അവിടെ ക്യൂവാ. വരുന്ന വണ്ടികൾ അനുസരിച്ചാണ് ഇവർ അവിടുന്ന് ഈ എയർപോർട്ടിലോട്ട് വണ്ടിയെ വിടുന്നത്. ഈ ക്യാമ്പിൽ അതുവരെയും നമ്മൾ കിടക്കണം. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ ഏറ്റവും ഇളയ കൊച്ചിന് 5 മാസമേ പ്രായമുള്ളൂ. അതിൻ്റെ മൂത്തതൊരെണ്ണം 9 മാസം പ്രായമുള്ളതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മേളിലോട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം, അത് കൊടുക്കണം, വെള്ളം നല്ലത് വേണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രയാസങ്ങളായിരുന്നു. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാത്രയായി. അങ്ങനെ ആയപ്പോൾ അന്നേരമാണ് എൻ്റെ ഏറ്റവും ഇളയ മോള്, അവൾക്ക് അന്ന് 4 വയസ്സേ ഉള്ളൂ. അവള് ഈ രാവിലെ എണ്ണിച്ച് ഈ പിള്ളേരെല്ലാം, കാരണം ടെൻറ്റിൽ കിടന്നതല്ലേ, ഇച്ചിരി വെയിൽ കൊള്ളാനായിട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തോ അവിടെ ഒരു സ്ഥലത്ത് ഈ ടാറ് ഉരുകി കിടക്കുമായിരുന്നു. അറിയത്തില്ലായിരുന്നു, ഇവൾ അതിനകത്തോട്ട് എന്നങ്ങ് വീണു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായി. എന്തോ വെള്ളവും ഇല്ല, ഇത് ഓയിൽ എങ്ങനെയാ മാറ്റുന്നത്? മുഖത്ത് മൊത്തം അവളുടെ ടാറായി, ഉടുപ്പ് മുഴുവൻ ടാറായി. പിന്നെ ഉടുപ്പെല്ലാം മാറിയിട്ട് അവളെ ക്ലീനാക്കി കുറേ ഈ എന്താ സ്പിരിറ്റ് സ്വാവൊക്കെ ഇവര് നേഴ്സസ് ആയതുകൊണ്ട് അവരുടെ കയ്യിലൊക്കെ അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവളെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങൾ ചെന്ന് ഇതുപോലെ പേര് രജിസ്റ്റർ ചെയ്തു, ഞങ്ങളുടെ വണ്ടിക്കുള്ള ഇത് ചെയ്തു. അപ്പോൾ അന്നേരം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു അവിടെയുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി, കാരണം ഇന്ത്യൻ എംബസിയുടെ സ്റ്റാഫ് ഉണ്ട് അവിടെ, അവരോട് റിക്വസ്റ്റ് ചെയ്തു 2 കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, അത് കഴിഞ്ഞ് ഇത്രയും പേരുണ്ട്, ഞങ്ങൾക്കൊരു പ്രയോറിറ്റി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അവരത് കേട്ട് ഞങ്ങളെ പിറ്റേ ദിവസത്തെ വണ്ടിയെ തന്നെ ഞങ്ങളെ കയറ്റി എയർപോർട്ടിലോട്ട് വിട്ടു. എയർപോർട്ടിലോട്ടല്ല, വേറൊരു പിന്നൊരു ഇൻ ബിറ്റ്വീൻ ക്യാമ്പുണ്ട്, കുറെ കൂടെ ബെറ്റർ സൗകര്യങ്ങളുള്ള, അവിടോട്ടാണ് ഈ വണ്ടികളെല്ലാം വിടുന്നത്. അപ്പോൾ അവിടോട്ട് ഞങ്ങളെ എല്ലാം റെഡിയാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ഇറാഖി തന്നെയാണ്. അയാൾ ഈ പിള്ളേരെയൊക്കെ കണ്ടു പറഞ്ഞു, ലാദാ മൂ ജരൂരി പിന്നെ ടെൻറ്റ് ഏല സീതാ റോ എയർപോർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉടനെ എയർപോർട്ടിലോട്ട് അയച്ചപ്പോൾ ഞങ്ങൾ നേരെ അമ്മാൻ എയർപോർട്ടിൽ വന്നു. അമ്മാൻ എയർപോർട്ടിൽ വന്നപ്പോഴും അവിടെ നമ്മുടെ ഈ യങ് ക്രിസ്ത്യൻ യൂത്ത്സ്
വളരെ സന്തോഷത്തോടെ അവർ പാട്ട് പാടി ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും സാൻഡ്വിച്ചും വെള്ളവും തന്നു. അപ്പോൾ അവിടുന്ന് അപ്പോൾ ഒരു നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ എയർപോർട്ടിലോട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും. അവിടെയും ഭയങ്കര ആൾക്കാർ. ഒന്ന് ഈ കാരവനായിട്ട് ഇങ്ങനെ വണ്ടിയിൽ വലുതായിട്ട് വരുന്നവർ, ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇൻഡിവിജ്വലായിട്ട് വരുന്നവരെല്ലാവരും ജോർദാനിലൊക്കെ കാർ ഉപേക്ഷിക്കുകയോ അല്ലെ വിൽക്കുകയോ ചെയ്തിട്ട് ഇങ്ങനെ ആ നാടുകളിലേക്ക് പോകാനായിട്ട് ഇന്ത്യൻസ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയും സാറിന് ഇത് 2-3 ദിവസം ഓരോരുത്തർ എയർപോർട്ടിൽ തങ്ങുന്നത് നോർമൽ കേസിൽ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എയർ ഫ്രാൻസ് അവരുടെ റെഡ് ക്രോസിൻ്റെ പ്ലെയിൻ ഭയങ്കര ജംബോ, അതിനകത്ത് 457-460 പേർക്ക് ഇരിക്കാം. അവർ വണ്ടി ജംബോ അന്ന് ഉച്ചയ്ക്ക് അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് അവിടെ വന്ന് ക്യാപ്റ്റനും അവരുടെ ക്രൂ എല്ലാം അവിടെ വന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകാനുള്ളവരെല്ലാം വരാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റി. ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ആ പ്ലെയിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ ഞങ്ങൾക്ക് തങ്ങേണ്ടി വന്നില്ല. അവിടെ ഒരു കാര്യം, നിങ്ങളുടെ പാസ്പോർട്ടും ഡോക്യുമെന്റേഷൻ എല്ലാവരും വന്നായിരുന്നു. അതെല്ലാം ഞാൻ ലീഡർ ആയതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ജോർദാനിലൊന്നും പാസ്പോർട്ടൊന്നും അവർ നോക്കുന്നില്ല. നിങ്ങൾ കയറുക, നിങ്ങളുടെ ലഗേജ് എടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, നമ്മളെ ഞാൻ കയറ്റുക. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയേർഡല്ലായിരുന്നു. ഈ രണ്ട് ദിവസത്തെ ജേർണിയും ഇങ്ങനെ ആയിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള യാത്രയായിട്ട് എല്ലാവരും ടയേർഡായിരുന്നു. ഈ പ്ലെയിനുകൾ കയറിയിരുന്നതും പിന്നെ ഞങ്ങളെ മിക്കവരും ഉണരുന്നത് പിന്നെ ബോംബെ എയർപോർട്ടിൽ വരുമ്പോഴാണ്. അത്രമാത്രം ക്ഷീണമായിരുന്നു. എല്ലാവരും അങ്ങ് ഉറങ്ങിപ്പോയി. അല്ല, അപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കാരണം വഴിയിലുടനീളം ഭയങ്കര പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. എല്ലായിടത്തും വെടിയുണ്ടകൾ ചീറിപ്പായുന്നു. അതുപോലെ തന്നെ പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന്, സ്ത്രീകളും കുട്ടികളോടുള്ള പെരുമാറ്റം എന്താണെന്ന്, ഇതെല്ലാം ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു മനസ്സിൽ. ഭയങ്കര കുട്ടികളെ ആ പേടി ബാധിച്ചായിരുന്നു. കുട്ടികൾക്ക് മനസ്സിലായോ? കുട്ടികൾക്കൊക്കെ കാരണം മോക്ക് ഇപ്പോൾ മൂത്ത മോക്ക് 9 വയസ്സല്ലേ ഉള്ളൂ. കാരണം അവര് പിള്ളേര് അവര് കളിച്ചും പിന്നെ അവർക്ക് വലിയതായിട്ട് എഫക്റ്റ് വന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവര് ഫ്ലൈറ്റിൽ കയറി ബോംബെയിലെത്തി. അപ്പം നമുക്ക് ഇനി നാട്ടിലെ അവസ്ഥ എങ്ങനെയായിരുന്നു, പിന്നത്തെ യാത്ര എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കേൾക്കാം. എനിക്കറിയാം ഇത് കുറച്ച്